ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ ഈ ഒരു പുളിയെറുമ്പിനെയും അതുപോലെ തന്നെ പല്ലീനെയും പാറ്റേനെയും എലീനെയും അതുപോലെ തന്നെ പാമ്പിൻ്റെയൊക്കെ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിൽ ഒരുപാട് വീടുകളിലുണ്ടാവും ഇതുപോലെ പുളിയുറുമ്പ്. ഈ ഒരു പുളിയുറുമ്പ് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. കുട്ടികളാണെങ്കിലൊക്കെ കുട്ടികളുടെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് വേദനയായിരിക്കും കേട്ടോ ഈ ഒരു ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ അറിയാണ്ട് തന്നെ ഇതുപോലെ പെരുകി കളയും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഇതുപോലെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ഈ ഒരു പുളിയുറുമ്പിനെ നമുക്ക് ഇല്ലാണ്ടാക്കാം. ഒരു തവണ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രദേശത്ത് ഈ ഒരു പുളിയുറുമ്പിൻ്റെ ശല്യം എന്നേക്കുമായി തന്നെ ഇല്ലാണ്ടാക്കാം വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പുകയിലയാണ്. പുകയില നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പുകയില കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് ആദ്യമായിട്ട് പുളിയുറുമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പുകയില നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് പുളിയുറുമ്പ് മാത്രമല്ല പല്ലീനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം. പല്ലിശല്യമൊക്കെ നമുക്ക് എന്നേക്കുമായിട്ട് തന്നെ നമുക്ക് വീടുകളിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ ഒരു പുകയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോപ്പ് പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനാഗിരിയാണ്. ഈ ഒരു വിനാഗിരിയും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കട്ടെ. നന്നായിട്ടൊന്ന് പതഞ്ഞു പൊങ്ങും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പുകയിലയും അതുപോലെ തന്നെ സോപ്പും പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിനാഗിരിയും കൂടെ നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മാറ്റി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫണൽ ഉപയോഗിക്കുന്നുണ്ട്. ഫണൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. 100% നമുക്ക് ലൈവ് റിസൾട്ടായിട്ട് തന്നെ നമുക്ക് പുളിയുറുമ്പിനെയൊക്കെ കൊല്ലുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പുളിയുറുമ്പിൻ്റെ മേലിൽ നമുക്ക് ആ ഒരു സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ആ പുളിയുറുമ്പൊക്കെ ചാവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകുന്ന ഈ ഒരു പല്ലിയുടെ ശല്യമൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാനൊരു സൊല്യൂഷൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിവിടെ സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു ബോട്ടിലാണ് ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് പുളിയുറുമ്പുള്ള ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കാം. ലൈവായിട്ട് തന്നെ നമുക്ക് ആ ഒരു പുളിയുറുമ്പൊക്കെ ഇല്ലാണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു പുളിയുറുമ്പിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ ഓർക്കപ്പുറത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് തടിപ്പ് വരും. ഒരുപാട് ഉപദ്രവകാരിയാണ് ഈ ഒരു പുളിയുറുമ്പ്. കുട്ടികളുടെ മേലിലൊക്കെ ഈ ഒരു പുളിയുറുമ്പ് കയറി കഴിഞ്ഞാൽ മേലെ ആസകലം തടിച്ചു പൊങ്ങാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു പുളിയുറുമ്പിൻ്റെ മേളിൽ നമ്മൾ ഈ ഒരു സ്പ്രേ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു പുളിയുറുമ്പൊക്കെ ഇല്ലാണ്ടാവുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുണ്ടാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പുളിയുറുമ്പൊക്കെ ഇല്ല ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു പുളിയുറുമ്പൊക്കെ നല്ല രീതിക്ക് തന്നെ ചത്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തവണ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് എന്നേക്കുമായിട്ട് തന്നെ പുളിയുറുമ്പ് വരാണ്ടിരിക്കാനും നമുക്കിത് ഈ ഒരു സൊല്യൂഷൻ സഹായകമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സൊല്യൂഷനാണ്. ഇതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട്സോ ഒന്നുമേ തന്നെ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള പല്ലീനെയും അതുപോലെ തന്നെ ഇതുപോലുള്ള പുളിയുറുമ്പിനെയൊക്കെ നമുക്ക് എന്നേക്കുമായിട്ട് തന്നെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര നല്ല രീതിക്കാണ് ആ ഒരു പുളിയുറുമ്പിനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ ആ പുളിയുറുമ്പൊക്കെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഒരു തവണ ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു പ്രദേശത്തേക്ക് പോലും പുളിയുറുമ്പൊന്നും വരില്ല. അതുപോലെ തന്നെ പല്ലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഉണ്ടാവില്ല. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ മുട്ടയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ രാവിലെ സമയമൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മുട്ട യുടെ തോടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുട്ട ഒരുപാട് വേസ്റ്റായി പോകും. മുട്ടയോട് കൂടി തന്നെ ആ ഒരു തോട് ഇളകി വരും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തോടൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ നമ്മൾ മുട്ട വേവിച്ച ഉടനെ കുറച്ച് ഐസ് ക്യൂബ് ഇതുപോലെ ആ ഒരു വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ടത്തോട് ഇതുപോലെ ഇളകി വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ നമുക്ക് മുട്ടയൊന്നും വേസ്റ്റ് ആവാണ്ട് ആ തോട് മാത്രമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പപ്പായയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇല കൊണ്ട് നമുക്ക് വീട്ടിലെ ശല്യക്കാരായ പല്ലീനെയും അതുപോലെ തന്നെ എലീനെയും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തുള്ള പാമ്പിനെയൊക്കെ എന്നേക്കുമായിട്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പായയുടെ ഇല ഇതുപോലെ ഞാനൊരു ബ്ലെൻഡറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രയോജനകരമായ നല്ലൊരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നേക്കുമായിട്ട് തന്നെ നമുക്ക് ഈ ശല്യക്കാരായ പല്ലി, എലി, പാമ്പ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്ക് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പപ്പായയുടെ ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സവോളയും ഒരു അര കഷ്ണം സവോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ അരച്ച ആ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ആ ഒരു വിനാഗിരി നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ. നമുക്ക് വീട്ടിലെ ശല്യക്കാരായ പല്ലീനെയും അതുപോലെ തന്നെ എലീനെയും പാമ്പിനെയൊക്കെ എന്നേക്കുമായിട്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് പിന്നീട് ഈ ഒരു പല്ലിയുടെയും അതുപോലെ തന്നെ എലിയുടെയും പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലൊന്ന് റെഡിയാക്കി ആ ഒരു സൊല്യൂഷൻ ഞാൻ ആ ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു ശല്യക്കാരായ പല്ലിയുടെയും അതുപോലെ തന്നെ പാമ്പിൻ്റെയും എലിയുടെയും ഒക്കെ ശല്യമുള്ളത് അവിടേക്ക് ഈ ഒരു സ്പ്രേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല രീതിക്ക് തന്നെ നമുക്ക് എന്നേക്കുമായിട്ട് ആ ഒരു പല്ലിയുടെയും അതുപോലെ തന്നെ എലിയുടെയും പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പപ്പായയുടെ ഇലയൊക്കെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിലേക്കാണ്. അപ്പോൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പൈപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീടിൻ്റെ വെളിഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എലി ശല്യം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വിറകൊക്കെ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എലി ശല്യം, പെരുശായ ശല്യം അതുപോലെ തന്നെ പാമ്പ് ശല്യം ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.